എന്തിനാണ് ദീപാവലി ആഘോഷിക്കുന്നത്? ഭൂമി ദേവിയുടെയും മഹാവിഷ്ണുവിന്റെ അവതാരമായ വരാഹത്തിന്റെയും പുത്രനാണ് നരകാസുരൻ. ഭൂമി ദേവിയുടെ ആഗ്രഹപ്രകാരം മഹാവിഷ്ണു നരകാസുരന് ധാർമ്മികനായ ഒരു ഭരണാധികാരിയാവുമെന്ന് അനുഗ്രഹം നൽകി. അവൻ ജ്ഞാനിയും ധീരനുമായി വളർന്നു. ദേവപുത്രനായി ജനിച്ച നരകാസുരൻ ആദ്യകാലമെല്ലാം ധർമ്മത്തെ വിശ്വസിച്ച് ധർമ്മത്തെ കൂട്ടുപിടിച്ച് നടന്നിരുന്നു. പിന്നീടാണ് അവൻ മായാവിയായ ബാണാസുരനുമായി സൗഹൃദത്തിലാവുന്നത്. അതുവഴി അവൻ അധർമ്മത്തിന്റെ പാത പിന്തുടർന്നു. നരകാസുരന് തന്റെ മാതാവായ ഭൂമിദേവിയുടെ കൈയാൽ മാത്രമേ കൊല്ലപ്പെടൂ എന്നൊരു വരദാനം ലഭിച്ചിരുന്നു. ഈ വരദാനവും ബാണാസുരനുമായിട്ടുള്ള കൂട്ടും അവനെ അസുരനാക്കി മാറ്റി. ഭൂമിദേവിയുടെ പുത്രനായതിനാൽ അവൻ വലിയ ശക്തിശാലിയായിരുന്നു. നരകാസുരൻ 3 ലോകത്തിന്റെയും അധികാരം പിടിച്ചെടുത്തു. ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗം കൈക്കലാക്കി. ദേവമാതാവായ അതിഥിയുടെ കർണകുണ്ടലങ്ങൾ കവർന്നു. 10,000-ലധികം രാജകുമാരിമാരെ തടങ്കലിലാക്കി. ഭയന്നുപോയ ദേവന്മാർ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. ദ്വാപരയുഗത്തിൽ ഭൂമിദേവി ശ്രീകൃഷ്ണ പത്നിയായി ജന്മമെടുക്കുമെന്നും അവരുടെ കൈയാൽ നരകാസുരന്റെ വധം സംഭവിക്കുമെന്നും മഹാവിഷ്ണു ദേവന്മാരോട് പറഞ്ഞു. ദ്വാപരയുഗത്തിൽ ഭൂമിദേവി യാദവനായ സത്രാജിത്തിന്റെ പുത്രിയായ സത്യഭാമയായി ജന്മമെടുത്തു. പിന്നീട് അവൾ ശ്രീകൃഷ്ണനെ വിവാഹം കഴിച്ചു. നരകാസുരന്റെ ക്രൂരതകൾ അറിഞ്ഞ ശ്രീകൃഷ്ണൻ അവനെ ശിക്ഷിക്കാനായി തീരുമാനിച്ചു. ശ്രീകൃഷ്ണനെ സഹായിക്കാനായി സത്യഭാമയും അദ്ദേഹത്തോടൊപ്പം പോയി. ഇരുവരും മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡപ്പുറത്താണ് നരകാസുരന്റെ അടുത്തേക്ക് ചെന്നത്. നരകാസുരന്റെ കൊട്ടാരത്തിലെത്തിയ ശ്രീകൃഷ്ണൻ നരകാസുരനുമായി ഘോര യുദ്ധം ആരംഭിച്ചു.